ഒന്ന് തീർച്ചയായിട്ടും സർക്കാരിൽ പ്രവർത്തിച്ച ഇത്രയും കാലത്തെ റിട്ടയർമെൻറ്റിന് മുമ്പും അതിന് ശേഷവുമൊക്കെ പ്രവർത്തിച്ച പ്രവൃത്തി പരിചയം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ യാത്രയിലുള്ള എൻ്റെ ഏറ്റവും വലിയ പാഥേയം എന്ന് പറയുന്നത്. എനിക്കറിയാം ഒരു ഓഫീസ് സംവിധാനവും ഒരു സ്ഥാപനത്തിൻ്റെ സെറ്റപ്പും ഒക്കെ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാം. അതിനുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും എനിക്ക് ഗുണം ചെയ്യും. പക്ഷേ അതിനേക്കാൾ പ്രധാനം ഈ നിർണായകമായ ഘട്ടത്തിൽ, ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട ഒരു ജോലി എന്നെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ തീരുമാനമാണ്. അതിന് എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ അവർ തീരുമാനിച്ചതിൽ. എന്നാൽ ഇതിനു വേണ്ടി അയ്യപ്പൻ തന്നെ എന്നെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു എന്നെനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ വേറൊരു തരത്തിൽ ഒന്ന് പാറ്റേൺ ചെയ്ത് നോക്കുമ്പോൾ, ഞാൻ ഗവൺമെൻറ് സെക്രട്ടറി ആയിരിക്കുക തന്നെ ദേവസ്വം സെക്രട്ടറി ആവുന്നു, ദേവസ്വം ബോർഡിൻ്റെ ചീഫ് കമ്മീഷണർ ആവുന്നു, ഹൈ പവർ കമ്മിറ്റി കോടതി ആദ്യമായി രൂപീകരിച്ച് അതിൻ്റെ ചെയർമാനാക്കുന്നു. ആദ്യമായി രൂപീകരിച്ചു എന്ന് പറയാൻ അതിന് ഒരു മുൻമാതൃകയൊന്നുമില്ല. അവിടെ നിന്ന് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഒരുപാട് ഭരണപരമായിട്ടുള്ള ഹേർഡിൽസ് ഉണ്ടല്ലോ ആദ്യമായിട്ടൊരു സംഗതി ചെയ്യും. അതൊക്കെ പൂർത്തിയായിട്ടാണ് ഞാൻ ഹൈ പവർ കമ്മിറ്റിയിൽ നിന്ന് ഞാൻ മാറുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ഇപ്പം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അതിനൊരു പാറ്റേൺ, ദർ ഇസ് എ പാറ്റേൺ. ഇത് ഭഗവാൻ തന്നെ എന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണം ഏൽപ്പിക്കാനുള്ള പാഠങ്ങളാണോ ഗൃഹപാഠങ്ങളാണോ എന്നെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത കൃതജ്ഞതയോടുകൂടി ഞാൻ ആ ഭഗവത് ചൈതന്യത്തിനോട് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്.